കുറെ കാലത്തിന് ശേഷം അവിടുത്തെ സ്റ്റാഫ് എല്ലാം പറഞ്ഞു ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് എന്തിനാണെന്നറിയാം. ആ കാലഘട്ടത്തിൽ 43 കൊല്ലം മുമ്പ് ഒരു കോളേജ് സ്റ്റുഡന്റിന്റെ അടുത്ത് സിനിമയിൽ നായകനാന്ന് പറഞ്ഞ അയാളുടെ എക്സ്പ്രഷൻ എങ്ങനെ ഇരിക്കുന്നു അറിയാൻ ഞങ്ങൾ ഒളിച്ചു നോക്കിയത്. ഞാൻ പറഞ്ഞു എങ്ങനെ ഇരുന്നു എന്റെ എക്സ്പ്രഷൻ? വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ലായിരുന്നു. കണ്ടായിരുന്നോ വീഡിയോ? ഏത് എക്സ്പ്രഷൻ ഇല്ലാത്ത? അല്ല, വീഡിയോ ഒന്നും എടുക്കത്തില്ല, ഇത് ലൈവായിട്ട് ഓഫീസിൽ ചെന്ന കാര്യം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സിനിമയിലേക്ക് വന്നത്. പിന്നെ നായകനും ഉപനായകനും ഒന്നോ രണ്ടോ സ്ഥലത്ത് ചെറിയ തരത്തിലുള്ള വില്ലനായിട്ടും അഭിനയിച്ചു. 300ഓളം ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. 310 ചിത്രങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇപ്പൊ മുകേഷ് ചേട്ടന്റെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ജോമോന്റെ സുവിശേഷങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ മുകേഷ് ചേട്ടന്റെ അച്ഛൻ വേഷങ്ങൾക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം ജോമോന്റെ സുവിശേഷം ആയിക്കോട്ടെ, മമ്മി അന്മി ആയിക്കോട്ടെ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു അച്ഛൻ, ലൈക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടൊരു അച്ഛൻ നമുക്ക് എല്ലാവരും ആഗ്രഹിക്കും. അപ്പം മുകേഷ് ചേട്ടന്റെ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ഓർമ്മിക്കുന്ന ഒരു മുഖം എന്ന് പറഞ്ഞതുപോലെയാണ്, അതിനേക്കാൾ ഡേഞ്ചറാണ് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് ചോദിക്കുന്ന കാര്യം. ഒരുപാട് ഡയറക്ടർമാരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസർമാരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പടത്തിന്റെ പേരെ പറയാൻ പറ്റൂ, അതില്ലേ അയാൾ അങ്ങനെ ചെയ്തെന്ന്. നമ്മൾ മാറുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമം വരും. ഒരുപാട് ഇപ്പം ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞ് ആ പടം അത് ഇപ്പം അടുത്ത സമയത്ത് ഞാൻ അതിന്റെ കന്നഡ വെർഷൻ അല്ല, കന്നഡ ഡബിങ് ഒരു സീൻ ആരും എനിക്ക് അയച്ചു തന്നു. ഞാനും ദുൽഖറും ഒക്കെ ആയിട്ടുള്ള ഒരു സീൻ. ഞാൻ പുല്ലുപോലെ കന്നഡ പറയുകയാണ്, പിന്നെ ദുൽഖർ പറയുന്നുണ്ട്. ഞാനത് ദുൽഖറിന് അയച്ചു കൊടുത്തു. ഞാൻ വിചാരിച്ച ദുൽഖറൊന്നും കാണത്തില്ലായിരിക്കും വിചാരിച്ചു. കാര്യം ഇത് ഒരു 2 മിനിറ്റിനാണ് ദുൽഖർ, മുകേഷ് അങ്കിൾ വണ്ടർഫുൾ ഡേയ്സ്, താങ്ക് യു വെരി മച്ച്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനകത്ത് മമ്മൂക്ക ഇല്ലല്ലോ. അപ്പം ഞാൻ ഇന്നസെന്റ്, സത്യന്തിക്കാട് എല്ലാവരും കൂടെ ഈ ഷൂട്ടിങ് ഈ ലൈറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ദുൽഖറുണ്ട്. അപ്പൊ ദുൽഖറിന്റെ ആ ഏജിലുള്ള അല്ലെങ്കിൽ ആ തലമുറയിലുള്ള ആരും തന്നെ ഞങ്ങള് ഇരിക്കുന്ന സ്ഥലത്തൊന്നും വന്ന് കേൾക്കുകയും ചെയ്യത്തില്ല, സംസാരിക്കുകയും ചെയ്യത്തില്ല. അവര് വേറെ സ്ഥലമാണ്. നമ്മളൊക്കെ സീനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് നമ്മൾ പറയുന്നത് അവർക്ക് പലതൊക്കെ മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനത്തെ അപ്പം ദുൽഖർ ഫുൾ ടൈം ഞങ്ങൾ ഇരുന്ന് സംസാരിക്കാന്ന് ഉടനെ കസേര ഇട്ടുണ്ട്. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മൂക്ക എന്നെ വിളിച്ച്, എടാ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യം നിന്നുമായിട്ട് ഒന്ന് പിന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി. ഞാൻ എന്ത് പറ്റി? നിങ്ങളിരുന്ന് സംസാരിക്കുന്നിടത്ത് ദുൽഖർ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു ആ ഫുള്ളുണ്ട്. എടാ അത് ഭയങ്കര ഗുഡ് സൈനാടാ. അതിനകത്ത് അവൻ അതിനകത്ത് ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര നമുക്ക് ആ പ്രായത്തിലുള്ള പിള്ളേരെ കിട്ടാത്ത സാധനമാണ്. ദാറ്റ് മീൻസ് അവൻ അതിനകത്ത് പെട്ട് കയറി കഴിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ മക്കളടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മക്കളടുത്ത് മാത്രമല്ല, എൻ്റെ ആ മക്കളുടെ പ്രായത്തിലുള്ളവരുടെ അടുത്തൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സിനിമയിൽ വന്നത് തന്നെ ഹീറോ ആവാനല്ല. ആ കാലഘട്ടത്തിൽ സുകുമാരൻ ചേട്ടൻ, സോമൻ ചേട്ടൻ, പ്രേം നസീർ ഇവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് അവർ പറയുന്നത് കേട്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ ഒബ്സർവേഷൻസൊക്കെ അത് പുറത്തു പോയി പറയാൻ. ഇന്നലെ അദ്ദേഹം ഒരു കഥ പറഞ്ഞു കേട്ടോ, അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. അപ്പം അത് മിസ്സാക്കരുത്. എവിടെ ഒരു ചാൻസ് കിട്ടിയാൽ സിനിമയാണോന്നില്ല, മുതിർന്ന ആരെങ്കിലും സാഹിത്യകാരനാവാം, അധ്യാപകരാകാം, അപ്പൊ അവരുടെ കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടുന്നത്. അല്ലെങ്കിൽ അവിടെ നിൽക്കും നമ്മൾ. ഓക്കെ, അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പറയണ്ട ചേട്ടന്, ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമ? അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഗോഡ് ഫാദർ. അപ്പൊ ഗോഡ് ഫാദറിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു വർഷം ഒരു വർഷമല്ല, 410 ദിവസം. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ആവുന്നുള്ളൂ. ഓരോ ദിവസവും കൂടുതൽ ഓടുക എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല. കേരളത്തില് തിരുത്തപ്പെടാനാകാത്ത റെക്കോർഡാണ്. ഇനി ആരും ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല. 410 ദിവസം ഒന്നും ഓടത്തില്ല. അപ്പൊ അത് വേറെ തന്നെ ഒരു വൈബ് സിനിമ. എത്ര വട്ടം വേണമെങ്കിലും കണ്ടിരിക്കും. 1.5 കൊല്ലം മുമ്പ് ഞാൻ
ഈ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സൽ സ്റ്റേജ് പ്രോഗ്രാമാണ്, ഗവൺമെൻറ് പ്രോഗ്രാമാണ്, നവകേരള സദസ്. പെട്ടെന്ന് എനിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഞാനേ പിന്നെ പബ്ലിക് റിലേഷൻസ് സെക്രട്ടറി സിജോയാണ്. ഞാൻ പറയാം, എന്താ സിജോയ്, ഒന്ന് കൈരളി തിയേറ്റർ വരെ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞ് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, അതെനിക്കറിയാം, അവിടെ റിഹേഴ്സൽ അടക്കാമെന്ന് അറിയാം, ഒരു 10 minutes ഒന്ന് വന്നിട്ട് പോകണം. അപ്പം ഞാൻ പറഞ്ഞ് ഇവിടെ ഭയങ്കര ആൾക്കാർ മുഴുക്ക വെറുതെ ഇരിക്കുന്നു, എന്ത് സംഭവിച്ചാലും ശരി അത് മുകേഷ് ഏട്ടൻ കണ്ടിരിക്കണം, വന്നിരിക്കണം. ഞാൻ എടുത്ത് പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്ന്. കാറെടുത്ത് നേരെ, എല്ലാം തിരുവനന്തപുരത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ. ഞാൻ കൈരളി തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് കാണുന്നത് ഒരു ഹൗസ്ഫുൾ ഷോയാണ്. എല്ലാം ചെറിയ കോളേജ് പിള്ളേര്, സ്കൂൾ ഫൈനലിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം. കാണിക്കുന്ന പടം ഗോഡ് ഫാദർ. അപ്പം 33 കൊല്ലം മുമ്പായിരുന്നു. ഞാൻ പറഞ്ഞു 33 കൊല്ലം മുമ്പ് ഞങ്ങളിത് അവതരിപ്പിക്കുമ്പം, ഷൂട്ട് ചെയ്യുമ്പം ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം എന്നെ കണ്ടോടുകൂടി അവർ ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ആ സമയത്തുണ്ടായിരുന്ന 1-2 ചെറിയ കാര്യങ്ങൾ മൈക്കിൽ കിടക്കെ പറഞ്ഞിട്ട്, സിനിമ കാണാൻ വന്നിരിക്കുന്നവരെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട്, നമ്മൾ അന്നത്തെ കാലത്തൊക്കെ ഞാനും തിയേറ്ററിലൊക്കെ പോയി ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഈ ടൈറ്റിലിന് കൈയടി ഞാൻ കുറെ സമയം ഇരുന്ന്, എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയി പോയി. നമ്മൾ പറയുന്ന ഒരു തമാശ പെട്ടെന്ന് ഒരു സീൻ തുടങ്ങുന്നതിനെല്ലാം ഒരു തിയേറ്റർ മുഴുക്ക കൈയടിയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ എന്തൊരു കൈയടിയായിരിക്കും. എനിക്ക് അവിടെ റിഹേഴ്സലും ഉണ്ട്. അപ്പൊ ഞാൻ പോയ കാര്യം, ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഒരു റിലീസ് പടത്തിന് കിട്ടുന്നതിനേക്കാൾ. അപ്പം സിജോയ് എൻ്റെ അടുത്ത് പറഞ്ഞ്, രാവിലെ മുതൽ ക്യൂ നിൽക്കുകയാണ്, ഇത് ഒറ്റയടിക്ക് കയറ്റിവിടാൻ പറ്റത്തില്ല, എല്ലാവരും ക്യൂ നിന്ന് വെയിലത്ത് നിന്ന് ഗോഡ് ഫാദർ കാണാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മരണമില്ല. അതാണ് എൻ്റെ അർത്ഥം. ഇനി മുകേഷ് ഏട്ടൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യണമെന്ന് മുകേഷ് ഏട്ടൻ ആഗ്രഹിക്കുന്ന സിനിമ ഏതാ? നല്ല സിനിമയാണ്. നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഓളം സൃഷ്ടിക്കും എന്ന് വിചാരിക്കുന്നത്. റിലീസോ? അത് ഈ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ ഗോഡ് ഫാദറിന്റെ പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കളയരുത്. അപ്പൊ ഹരികർണകറും അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതേപോലെ. പിന്നെ ഉദയനാണ് താരം ഇപ്പൊ റിലീസ് ആകാൻ വേണ്ടി എല്ലാം റെഡിയായിരിക്കുകയാണ്. കഥ പറയുമ്പോൾ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെ കുറെ സിനിമകൾ. അപ്പൊ അതിൻ്റെയൊക്കെ ഇതിനകത്തൊക്കെ ഒരു ലാഭത്തിന്റെ ഒരു ചിന്ത വരണം. ഇപ്പം ചോട്ടാ മുംബൈ ഇറങ്ങി സക്സസ് ആയി. അപ്പൊ പലരും പഴയ സിനിമകൾ ഇറക്കാനും, ഇപ്പൊ ഗോയിങ് എന്ന് പറയുന്ന സിനിമ, കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു ഹിലേറിയസ് നോൺ സ്റ്റോപ്പ് കോമഡിയാണ്. അപ്പൊ അത് വീണ്ടും ഇറക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹം.